ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ സായനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മാർത്തോമാ സഭ പ്രവാസി ഞായറാഴ്ചയായി ആചരിക്കുന്ന ഈ നല്ല ദിവസത്തിൽ വിട്ടിയാർ സെൻറ് തോമസ് മാർത്തോമ ഇടവക യുവജന സഖ്യം ഇടവകയിലെ എല്ലാ പ്രവാസികളെയും ഒരുമിച്ച് ചേർക്കുന്നതിനും പ്രവാസി സമൂഹത്തോടുള്ള ആദരവിൻ്റെ സൂചകമായിട്ടാണ് ഇങ്ങനെയൊരു മീറ്റിംഗ് ഇവിടെ ഓൺലൈനായി ക്രമീകരിക്കുന്നത്. വെട്ടിയാർ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയുടെ ആത്മീകവും ഭൗതികവുമായ വളർച്ചയിൽ പ്രവാസി സമൂഹം ചെറുതും വലുതുമായ അനേക സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ ഇടവകയുടെ വളർച്ചയ്ക്ക് ഇടവകയിലെ എല്ലാ പ്രവാസി കുടുംബങ്ങളും ചെയ്യുന്ന ധന്യമായ ശുശ്രൂഷയെ ഓർക്കുകയും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. ഈ കൂടിവരവിൻ്റെ അധ്യക്ഷനായി ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന ഇടവകയുടെ വികാരിയും യുവജന സഖ്യവും പ്രസിഡൻറ്റുമായ CC കുരുവിള അച്ഛൻ, ഇടവകയുടെ ചുമതലക്കാർ, ഇടവകയിലെ യുവജന സഖ്യത്തിൻ്റെ ചുമതലക്കാർ, പ്രിയപ്പെട്ടവർ ഏവരുമേ ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. ഇടവകയിലെ യുവജന സഖ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന ഒരുപറ്റം യുവജനങ്ങൾ ഈ ഇടവകയിലുണ്ട് എന്നുള്ളത് ഈ നാളിൽ ഇടവകയ്ക്ക് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ അവരുടെ പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ ഈ ഇടവകയിലും സഭയിലും ദേശത്തും ഈ ഇടവക യുവജന സഖ്യം ചെയ്യുന്നു എന്നുള്ളതിൽ ഏറ്റവും സന്തോഷകരമാണ്. ഈ ഒരു വർഷത്തെ യുവജന സഖ്യം ചെയ്ത പ്രോഗ്രാമുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇടവകയിലെയും സമീപ പ്രദേശങ്ങളിലെയും കുഞ്ഞുങ്ങളെ ചേർത്തിണക്കിക്കൊണ്ട് വിദ്യാനിധി എന്ന പേരിൽ അവർക്ക് വിദ്യാഭ്യാസ സഹായം നൽകുവാൻ യുവജന സഖ്യത്തിന് സാധിച്ചു. അവിടെ തുടങ്ങി വ്യത്യസ്തപരമായ പല പ്രോഗ്രാമുകൾ യുവജനങ്ങളെ ചേർത്തിണക്കിയ പ്രോഗ്രാമുകൾ, പ്രായഭേദമന്യേ ഇടവകയിലെ മുതിർന്നവർക്കായി എൽഡേഴ്സ് ബൈബിൾ സ്കൂൾ എന്നൊരു പ്രോഗ്രാം ക്രമീകരിക്കുവാൻ യുവജന സഖ്യത്തിന് സാധിച്ചു. ഇടവകയിലെ വിമുക്ത ഭടന്മാരെ ആദരിക്കുന്നതിൻ്റെ സൂചകമായി ഇടവകയിലെ വിമുക്ത ഭടന്മാരുടെ കുടുംബ സംഗമം ക്രമീകരിക്കുവാനായി സാധിച്ചു. ഇടവകയിൽ നിന്നുള്ള അധ്യാപകരെയും സൺഡേ സ്കൂളെയും അധ്യാപകരെയും ആദരിക്കുന്ന ഗുരുവന്ദനം എന്നൊരു പ്രോഗ്രാം യുവജന സഖ്യത്തിന് ചെയ്യുവാനായി സാധിച്ചു. ശിശു ദിനത്തോടനുബന്ധിച്ച് ഇടവകയിലെ കൊച്ചു കുഞ്ഞുങ്ങളെ ആദരിക്കുന്ന പ്രോഗ്രാമുകൾ ചെയ്യുവാനായി സാധിച്ചു. ഓണത്തോടനുബന്ധിച്ച് വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ ചെയ്യുവാനായി യുവജന സഖ്യത്തിന് സാധിച്ചു. അങ്ങനെ വ്യത്യസ്തപരമായ പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ട് ഇടവകയിലെ യുവജന സഖ്യം മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് പ്രവാസി ഞായറാഴ്ചയായി കൊണ്ടാടുന്ന ഈ ദിവസം ഇടവകയിലെ പ്രവാസി കുടുംബങ്ങളെ ചേർത്തുകൊണ്ട് ഇങ്ങനൊരു പ്രോഗ്രാം ക്രമീകരിക്കുവാനായി സാധിച്ചത്. ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. യുവജന സഖ്യ അംഗങ്ങൾ ചേർന്ന് ഒരു പാട്ടുപാടി ഈ പ്രോഗ്രാം ആരംഭിക്കുന്നു. കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ, സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. ദേവാദിദേവനെ പാരിൽ വന്നു, പാപിയെ തേടി വന്നു, വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. തിരുക്കരങ്ങൾ നിരത്തി വച്ചു, താരകങ്ങൾ ഗഗനേ, ഒരുക്കിയവൻ നമുക്കു രക്ഷാ മാർഗമതിനു മുന്നേ. ദേവാദിദേവനെ പാരിൽ വന്നു, പാപിയെ തേടി വന്നു, വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. കണ്ടില്ല
കരചലനം കേട്ടില്ല മാനവരൻ കാതുകൾ തൻ വചനം. ദേവാദിദേവനെ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. ധ്യാനിക്കുവിൻ തൻ കൃപകൾ, പുകഴ്ത്തുവിൻ തൻ ക്രിയകൾ. മാനിതനാം തൻ നാമ മഹിമകൾ വർണ്ണിക്കുവിൻ. ദേവാദിദേവനെ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി ശ്രീ റോഷൻ രാജുവിനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കുക. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നല്ല വിശുദ്ധ ദിവസം അങ്ങയുടെ ആലയത്തിലേക്ക് കടന്നുവരാൻ സജ്ജ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് മാർത്തോമ സഭയെ പ്രവാസി ഞായറായി ആചരിക്കുന്ന കർത്താവേ, അതേ തുടർന്ന് ഞങ്ങൾ യുവജനസഖ്യമായി പ്രവാസികളൊരു ഓൺലൈൻ മീറ്റിംഗായി കൂടി വന്നിരിക്കുന്ന കർത്താവേ, ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ തന്നെ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ തന്നെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാമിൽ അങ്ങയുടെ സാന്നിധ്യം ഉടനീളം കൂടെയിരിക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. വീണ്ടും വരുവാനിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി യുവജന സഖ്യത്തിൻ്റെ സെക്രട്ടറി ക്രിസ്ത്യൻ വർഗീസിനെ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ രാത്രിവേള യുവജന സഖ്യമായി, ഇന്ന് മാർത്തോമ സഭയായി ഈ പ്രവാസി ഞായർ ആചരിക്കുന്ന ഈ വേള യുവജന സഖ്യമായി ഒരു പ്രവാസി ഞായറിനോടനുബന്ധിച്ചൊരു ഓൺലൈൻ കൂട്ടായ്മയായി ഓൺലൈൻ മീറ്റിംഗ് ക്രമീകരിക്കാൻ ദൈവം ഇടയാക്കിയ ദൈവത്തിൻ്റെ വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ ആദ്യം തന്നെ സ്തുതിക്കുന്നു. ആമുഖത്തിൽ ബഹുമാനപ്പെട്ട സഖ്യം വൈസ് പ്രസിഡന്റ് ശ്രീ ജിബുച്ചാൻ ഓർമ്മിപ്പിച്ചതുപോലെ യുവജന സഖ്യത്തിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങളെപ്പറ്റി ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്ന യുവജന സഖ്യത്തിൻ്റെ മികച്ച രീതിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി ജിബുച്ചാൻ പറഞ്ഞു. അപ്പോൾ യുവജന സഖ്യം പ്രവർത്തന ഉദ്ഘാടനം കഴിഞ്ഞ് തുടങ്ങിയ സമയങ്ങളിൽ ഈ എന്നെ കേൾക്കുന്നവർക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, നമ്മളൊരു സീനിയർ സിറ്റിസൺ മീറ്റപ്പ് നമ്മുടെ സഖ്യത്തിലെ സീനിയറായിട്ടുള്ള എല്ലാവർക്കും ചേർത്തുകൊണ്ടൊരു മീറ്റിംഗ് നമ്മൾ ഇടകെ വെച്ച് ക്രമീകരിച്ചിരുന്നു. അന്ന് നമ്മുടെ പ്രിയപ്പെട്ട ജോബിച്ചാൻ ഇങ്ങനെ ഒരു ആശയം നമ്മുടെ ആ മീറ്റിംഗ് വെച്ച് പറഞ്ഞിരുന്നു, നമ്മുടെ പ്രവാസികളായിട്ടുള്ള എല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ടൊരു ഓൺലൈൻ മീറ്റിംഗ് ക്രമീകരിച്ചാൽ നല്ലതായിരിക്കുമെന്ന്. ഇപ്പോൾ ജോബിച്ചാൻ എൻ്റെ വാക്കുകളെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് ബഹുമാനപ്പെട്ട സഖ്യം പ്രസിഡന്റ് അച്ഛൻ അതിന് മറുപടിയായി പറയുകയും യുവജന സഖ്യം ഇതിന് വേണ്ട ക്രമീകരണം ചെയ്യുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് അപ്രകാരം ഒരു മീറ്റിംഗ് ക്രമീകരിച്ചതിൻ്റെ ഭാഗമായി ഇന്ന് ഈ യുവജന സഖ്യമായി ഇന്ന് ഈ പ്രവാസി ഞായർ ഓൺലൈൻ മീറ്റിംഗ് കൂടാൻ ദൈവമിടയാക്കി. തീർച്ചയായും നമ്മുടെ നാടുൾപ്പെടെ പ്രത്യേകിച്ച് നമ്മുടെ സഖ്യമായിക്കോട്ടെ ഇടവകയായിട്ട് പ്രവാസികളിൽ നിന്നൊരു വലിയ പിന്തുണ സാമ്പത്തികമായാലും ആശയപരമായാലും ഏത് കാര്യത്തിനായാലും പ്രത്യേകിച്ച് യുവജന സഖ്യത്തിൻ്റെ വലിയൊരു കൈത്താങ്ങ് എല്ലാ പ്രവാസികളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അപ്രകാരം ഞങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഇത്ര ആൾക്കാർക്ക് അവരോടുള്ളൊരു സ്നേഹപൂർവ്വം ആദരപൂർവ്വം അവർക്കെല്ലാവർക്കും കൂടി ഇന്നത്തെ ഈ മീറ്റിംഗ് അവർക്കെല്ലാവർക്കും വേണ്ടി ക്രമീകരിച്ച് അവരുടേതായ പ്രോഗ്രാമുകൾ നമുക്ക് മുൻകൂർ റെക്കോർഡ് ചെയ്ത് തന്ന പ്രകാരം ആ പ്രോഗ്രാമുകൾ ഇന്നിവിടെ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നിവിടെ വന്നുകൂടിയ എല്ലാവർക്കും ഈ യോഗത്തിൽ സംബന്ധിക്കുന്നവർക്കും ഈ യോഗത്തിൽ അവരവരുടെ വീടുകളിലിരുന്ന് ഫോണുകളിലൂടെയും മറ്റും കാണുന്നവർക്കും എല്ലാവർക്കും സ്വാഗതം അർപ്പിക്കുക എന്നാണല്ലോ എന്നിൽ ഏൽക്കപ്പെട്ടിരിക്കുന്ന കർത്തവ്യം. അധികം ദീർഘിക്കാതെ തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളട്ടെ. ആ കൂട്ടത്തിൽ ഞാൻ യുവജന സഖ്യത്തിൻ്റെയും ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയെന്ന് മാത്രം. ആദ്യമായി ഈ യുവജന സഖ്യ മീറ്റിങ്ങിൻ്റെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനും നമ്മുടെ യുവജന സഖ്യം പ്രസിഡൻറ്റുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട CC കുറുള്ള അച്ഛനെക്കുറിച്ച് പറയുവാനാണെങ്കിലും സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഈ കാലയളവിൽ അച്ഛനെ കൂടെ യുവജന സഖ്യത്തിന് ലഭിച്ചിരിക്കുന്ന വലിയൊരു നേതൃത്വം. ഇപ്പം പ്രവാസികളാണെങ്കിൽ കൂടി നിങ്ങളുടെ വീടുകളിൽ നിന്ന് വിളിക്കുമ്പോഴും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയെല്ലാം അച്ഛനെ കൂടെ ലഭിക്കുന്ന പിന്തുണ ഓരോ പ്രവർത്തനങ്ങളിലും അച്ഛൻ്റെ പങ്കാളിത്തം എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു
സഖ്യം പ്രസിഡന്റ് എന്നതിനേക്കാൾ ഒരു സഖ്യാംഗം എന്ന പോലെ ഒരു പ്രോഗ്രാം ഞങ്ങളോടൊപ്പം പറഞ്ഞാൽ അച്ഛൻ ഞങ്ങളോടൊപ്പം നിന്ന് എല്ലാ കാര്യത്തിനും വേണ്ട നേതൃത്വം നൽകും, ഞങ്ങളോട് കൂടെ നിന്ന് പ്രവർത്തിക്കും. ഒരു സേവനവാരം പറഞ്ഞാൽ അച്ഛൻ കൂടെ വന്നതിന് വേണ്ട ക്ലീനിങ്ങിന് വേണ്ട കാര്യങ്ങൾ മുൻഗണന എങ്ങനെ ചെയ്യണമെന്ന് അച്ഛൻ കാണിച്ചു തന്നിട്ട് അത് കൂടെ നിന്ന് നമ്മളത് കണ്ടുപഠിക്കുക. പറഞ്ഞു തരുന്നതിനേക്കാളും നല്ലതായിട്ട് അച്ഛനത് കാണിച്ചു തരും. അപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛനെ കൂടി ലഭിക്കുന്ന എല്ലാ വലിയ കൈത്താങ്ങൾക്കും നേടിയ നേതൃത്വത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ ഓൺലൈൻ കൂട്ടായ്മയിലേക്ക് ബഹുമാനപ്പെട്ട സഖ്യം പ്രസിഡന്റ് റവറൻ CC കുറുള അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമുക്ക് ഇതൊരു ഓൺലൈൻ മീറ്റിംഗ് ആണ്. പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ളവർ, ഇത് സത്യത്തിൽ പ്രവാസികളായിട്ടുള്ള ഇന്ന് സഭ പ്രവാസി ഞാൻ ആചരിക്കുന്നെങ്കിൽ നമ്മൾ യുവജൻസിക്ക് ഇന്നിവിടെ ക്രമീകരിച്ചിരിക്കുന്ന മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന് പുറത്തുള്ളവരായിക്കോട്ടെ, വെട്ടിയാർ പ്രദേശത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന മുഴുവൻ പേരെയും കൂടെ ചേർത്തുകൊണ്ടൊരു മീറ്റിംഗ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രവാസി ഞായറാണെന്ന് പേര് വെച്ച് നിങ്ങളാരും അങ്ങനെ തെറ്റിദ്ധരിക്കല്ല, ഇത് ഇന്ത്യക്ക് പുറത്തോ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രോഗ്രാമല്ല. അപ്പോൾ അത് ഞാൻ കൂടുതൽ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ ഈ മീറ്റിങ്ങിന് നമുക്ക് പ്രധാനമായി 2 മെസ്സേജ് നൽകുന്നത് പ്രവാസികളായി സത്യത്തിൽ നമ്മുടെ ഇടവകങ്ങളായ 2 അച്ഛന്മാർ വിദേശത്ത് 2 ഇടവക വികാരിയുമായ സേവനം അനുഷ്ഠിക്കുന്നു. ആ ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഇന്ന് നമ്മളോട് ഇന്ന പോലൊരു കാര്യം പറഞ്ഞപ്പോൾ 2 പേരും അവരുടെ സമയം കണ്ടെത്തി അവിടെ ഒരു മെസ്സേജ് നമുക്ക് റെക്കോർഡ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അവർ എൻ്റെ ഇത് കാണുന്നുണ്ടെന്നും എന്നെ കേൾക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട ജോൺ ഫിലിപ്പ് അച്ഛനെ, സനോഷ് അച്ഛൻ, പ്രിയപ്പെട്ട സനോഷ് അച്ഛനെ, അച്ഛൻ ഇപ്പോൾ ന്യൂയോർക്ക് സെൻറ്റ് തോമസ് വികാർ ന്യൂയോർക്ക് മുഴിക്കാട്ടിലെ വികാരിയായി പ്രവർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിക്കുകയും ഈ യോഗത്തിൽ സംബന്ധിക്കുകയും ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി കാനഡയിൽ സേവനമനുഷ്ഠിക്കുന്ന വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ജോജി അച്ഛൻ, ബഹുമാനപ്പെട്ട ജോജി അച്ഛൻ കലിഗരി സെൻറ്റ് തോമസ് മാർത്തോമ ചർച്ചിൻ്റെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. ഈ അച്ഛന്മാരെല്ലാം നമ്മുടെ ഇടവകയിൽ കൂടെ യുവജന സഖ്യത്തിൽ കൂടെ വളർന്നു വന്ന് യുവജന സഖ്യത്തിലൂടെ ഇവിടുത്തെ ജനങ്ങളിൽ നിന്നും ഇടവകയിൽ നിന്നും ഓരോ കാര്യങ്ങൾ പഠിച്ച് ഇന്ന് നമ്മുടെ സഖ്യത്തിന് അഭിമാനം നൽകുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിന് പുറത്ത് സഭയിലെ ഏറ്റവും മികച്ച 2 പട്ടക്കാരെ സേവനം അനുഷ്ഠിക്കുന്നു. ബഹുമാനപ്പെട്ട ജോജി അച്ഛനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഇന്ന് ഈ യോഗത്തിൻ്റെ പ്രധാന ആകർഷണവും പ്രത്യേകത ഈ പ്രോഗ്രാം സമർപ്പിച്ചിരിക്കുന്ന എല്ലാ സ്നേഹമുള്ള പ്രിയപ്പെട്ട പ്രവാസികളായിട്ടുള്ള ആൾക്കാർ, അവരെല്ലാവരും ഇപ്പം സാധാരണ ഒരു മീറ്റിങ്ങിന് സ്വാഗതം പറഞ്ഞേക്കാളും കുറച്ചുകൂടെ വ്യത്യസ്തമാണ് ഈ പ്രോഗ്രാം. കാരണം പ്രത്യേകമായി ഞാൻ സ്വാഗതം പറയുന്ന ആൾക്കാരൊന്നും ഇപ്പോൾ എൻ്റെ മുന്നിൽ അധികം ഇല്ല. കൂടുതലും എന്നെ കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ, എനിക്ക് അവരെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹമുള്ള എല്ലാ മുഴുവൻ പ്രവാസികളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും അവരുടെ കൈത്താങ്ങാണ് യുവജന സഖ്യത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ നിമിഷം വരെയും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നും എല്ലാവിധമായ പ്രചോദനവും പ്രോത്സാഹനവും സാമ്പത്തികമായിക്കോട്ടെ ആശയപരമായിക്കോട്ടെ ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ പറ്റി അത് ഞങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാനും ഇന്ന പോലൊരു കാര്യങ്ങൾ ചെയ്താൽ മികച്ചതായിട്ട് മെച്ചപ്പെടുത്താൻ പറ്റുമെന്നും തുടർന്നുള്ള കാര്യങ്ങളിലായാലും യുവജന സഖ്യത്തിൽ നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും വേണമെന്ന് ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നു. അതുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന മുഴുവൻ പ്രവാസികളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഓൺലൈൻ മീറ്റിംഗ് വീടുകളിലും മറ്റും കേൾക്കുന്ന പ്രവാസികളുടെ കുടുംബങ്ങൾ, നമ്മുടെ ഇടവക ജനങ്ങളായ ആൾക്കാർ ഈ മീറ്റിംഗ് ഈ സമയം 9 മണി ആയതുകൊണ്ട് അധികം പേര് ദേവാലയത്തിൽ വന്ന് സംബന്ധിക്കാൻ കഴിയത്തില്ല. കാരണം നമ്മൾ ഈ 9 മണി എന്നുള്ള മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്ന പ്രധാന കാരണം വെച്ചാൽ നമ്മുടെ ദേശത്തിന് പുറത്ത് പ്രവർത്തിക്കുന്നതും ജോലി ചെയ്യുന്ന മുഴുവൻ ആൾക്കാരെയും കൂടെ ഉൾപ്പെടുത്തുക എന്നതാണ്. തീർച്ചയായിട്ടും പല രാജ്യങ്ങളും ഇപ്പോൾ സെൻറ്റ് തോമസ് മാർത്തോമ ഇടവകയിൽ നിന്നും ഒരു 100-ൽ പരം രാജ്യങ്ങൾ ഒരുപക്ഷെ ജോലി ചെയ്യുന്നവർ കാണും. അപ്പം ഓരോ രാജ്യങ്ങളും അതിൻ്റേതായ സമയത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പം പരമാവധി ആൾക്കാർക്ക് നമ്മുടെ ഈ മീറ്റിങ്ങിലേക്ക് ഉൾപ്പെടുത്തുക എന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ 9 മണിക്ക് മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രകാരം ഇത്രയും യുവജന സഖ്യങ്ങളൊക്കെ ഈ പള്ളിയിലുണ്ട്. നമ്മൾ ഈ കേൾക്കുന്ന വീടുകളിൽ മറ്റു വരുന്ന നമ്മുടെ ഇടവക ജനങ്ങൾ, പ്രിയപ്പെട്ട പ്രവാസികളുടെ മറ്റും കുടുംബങ്ങൾ ഈ ഓൺലൈൻ മീറ്റിംഗ് സംബന്ധിക്കുന്നു. അവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തായി പ്രിയപ്പെട്ട മുഴുവൻ ഇടവക ജനങ്ങളെ, ഇടവക ചുമതലക്കാർ, മറ്റ് സംഘടനകളുടെ ചുമതലക്കാർ എല്ലാവരും ഈ ഓൺലൈൻ മീറ്റിംഗ് കേൾക്കുന്നുണ്ട്. അവരെ എല്ലാവരും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത എനിക്ക് ഏറ്റവും പ്രധാനമായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട യുവജന സഖ്യാംഗങ്ങളാണ്. ഈ യുവജന സഖ്യത്തിൻ്റെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും ഏറ്റവും നെടുംതൂണായി എല്ലാ രീതിയിലും മുന്നിട്ട് പ്രവർത്തിക്കുന്ന തീർച്ചയായും ഞാനൊരു കാര്യം, ഞാനിപ്പോൾ സെക്രട്ടറി ആയതുകൊണ്ട് എനിക്ക് അവരുടെ കൂടെ നിന്ന് എനിക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം തീർച്ചയായും നിങ്ങളെല്ലാം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മറ്റും അറിഞ്ഞു കാണും. നമ്മുടെ കലാമേളയായിരുന്നു, സെൻട്രൽ കലാമേളയും ഭദ്രാസന കലാമേളയും. 2 കലാമേളയിൽ നമ്മുടെ യുവജന സഖ്യം ഏറ്റവും മികച്ച രീതിയിൽ പങ്കാളികളായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യുവജന സഖ്യ അംഗങ്ങളെല്ലാവരും, അതിൽ പങ്കെടുത്ത എല്ലാവരും, അവർ വളരെയധികം ഡെഡിക്കേറ്റഡായി അർപ്പണബോധത്തോടെ ഈ കലാമേളയിൽ പങ്കെടുത്തു. തീർച്ചയായും പഠന സംബന്ധമായ മറ്റ് കാര്യങ്ങളും ക്ലാസ്സുകളും എല്ലാം ഒഴിവാക്കി ഇതിനുവേണ്ടി സമയം കണ്ടെത്തി അവരെ ഞാൻ
പ്രത്യേക ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി പ്രശംസിക്കുന്നു. അവരെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാ യുവജന സഖ്യാംഗങ്ങളെ വീട്ടിലിരുന്നും മറ്റും ഫോണുകൾ കൂടിയും കേൾക്കുന്ന പ്രിയ യുവജന സഖ്യാംഗങ്ങൾ, വിദേശത്തിരുന്നും പഠന സംബന്ധമായുള്ള സ്ഥലങ്ങളിലിരുന്ന് കേൾക്കുന്നവരും എൻ്റെ മുന്നിലിരിക്കുന്ന ഇത്ര യുവജന സഖ്യാംഗങ്ങൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ നമ്മുടെ ഇടവചനങ്ങൾ, മാതാപിതാക്കൾ, നമ്മുടെ സഖ്യ സ്നേഹിതരെ ഒരുപാട് പേര് ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. ദേവാലയത്തിൽ വന്നുകൂടിയിരിക്കുന്നവരെയും ഈ ഓൺലൈൻ മീറ്റിംഗ് വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലിരുന്ന് കേൾക്കുന്ന മുഴുവൻ പേരെയും ഈ യോഗത്തിലേക്ക് ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടിയായ കുമാരി ഇവാനിയ ലിയ ജിബു ഒരു ആക്ഷൻ സോങ് അവതരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ കുമാരി സിയാന മറിയം സാൻഡി ഒന്നാം സങ്കീർത്തനം മനപ്പാഠവാക്യമായിട്ട് പറയുന്നതായിരിക്കും. ഒന്നാം സങ്കീർത്തനം. ദുഷ്ടന്മാരുടെ ആലോചന പെടാതെയും പാതിയത് വള്ളി നിൽക്കാതെയും ഇരുപത്തിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ അവിടെ ആട്ടിയിട്ട് നട്ടിരിക്കുന്നതും തക്കകാലത്ത് പഴം കഴിക്കുന്നതും ഇലവാടുത്തുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്ന വയ്ക്കും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, ഒരു കാട്ടുപാത്ര പതൽ പോലെ അത്രേ. ആദ്യാൽ ദുഷ്ടന്മാർ ഞാൻ വിസ്താരത്തിലും പാപികൾ നിർമ്മല സഭയിലും നിന്നിരിക്കത്തില്ല. യഹോവ നീതിമാന്റെ വടി അറിയണോ, ദുഷ്ടന്മാരുടെ വഴിയോ നാശമാവുന്നു. ആമേൻ. അടുത്തതായി
ഇടവകയ്ക്ക് വളരെ അനുഗ്രഹീതമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട CC കുരുവിള അച്ഛനാണ് ഞങ്ങളുടെ യുവജന സഖ്യത്തിൻ്റെ നട്ടെല്ല്. ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് എല്ലാ പ്രവർത്തനങ്ങൾക്കും സുദീർഘമായ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അച്ഛനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് ഒന്നാം എന്നെ സങ്കീർത്തനം. കേൾക്കുകയും ദുഷ്ടന്മാരുടെ ആലോചന ഇന്നത്തെ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുകയും ചെയ്യുന്ന എല്ലാ ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠർക്കും, ഇടവക ചുമതലക്കാർ, പ്രവാസ ജീവിതത്തിലായിരിക്കുന്ന ഇടവക അംഗങ്ങൾ, യുവജന സഖ്യം ചുമതലക്കാർ, മറ്റ് അംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹ വന്ദനം. സഭ പ്രവാസി ഞായറായി ഇന്ന് കൊണ്ടാടുമ്പോൾ വെട്ടിയാർ സെൻറ് തോമസ് മാർത്തോമ ഇടവക യുവജന സഖ്യം പ്രവാസി ജീവിതാനുഭവങ്ങളെ ഓർക്കുകയും അവരെ ഉൾപ്പെടുത്തി ഒരു മീറ്റിംഗ് ക്രമീകരിക്കുകയും ചെയ്തു എന്നുള്ളത് ഈ യുവജന സഖ്യത്തിൻ്റെ നല്ല ദിശാബോധത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് അത്തരം ഒരു മീറ്റിംഗ് ക്രമീകരണം ചെയ്ത യുവജന സഖ്യത്തെ, അതിൻ്റെ ചുമതലക്കാരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. യുവജന സഖ്യം ഇത്തരം ഒരു പ്രോഗ്രാം ആസൂത്രണം ചെയ്തപ്പോൾ വ്യത്യസ്ത ഇടങ്ങളിൽ പാർക്കുന്ന നമ്മുടെ ഇടവക അംഗങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് വൈദിക ശ്രേഷ്ഠർ, അവർ അതിൻ്റെ പങ്കാളികളാകുകയും നല്ല പ്രോത്സാഹനം നൽകുകയും ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യട്ടെ. കാലം വല്ലാതെ മുന്നോട്ട് പോയ, വളർച്ച പ്രാപിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എല്ലാ തരത്തിലും മനുഷ്യർക്ക് വളരുവാൻ പറ്റുന്ന, വർദ്ധിക്കുവാൻ പറ്റുന്ന, അതിൻ്റെ മാക്സിമം എത്തിയെന്ന് വിചാരിക്കത്തക്ക രീതിയിലുള്ള വളർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഒന്നും പ്രവചിക്കുവാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ ഇത്തരം സാഹചര്യത്തിൽ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി നിർവഹിച്ച് ഈ ലോകത്തിൽ നമ്മുടെ സാക്ഷ്യം നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹകരമായതും ശ്രമകരവുമായ ജീവിതം എന്ന് പറയുന്നത്. പ്രവാസ ജീവിതത്തെക്കുറിച്ച് നമ്മളെ കൂടുതൽ പരിചയപ്പെടുത്തിയ ഏറ്റവും മനോഹരമായ പുസ്തകമാണല്ലോ ആടുജീവിതം. അതിനെ തുടർന്ന് സൃഷ്ടിക്കപ്പെട്ടതായ സിനിമയും പ്രവാസ ജീവിതത്തിൻ്റെ സംഘർഷഭരിതമായ ജീവിത സാഹചര്യങ്ങളെ നമുക്ക് കാട്ടിത്തരുന്നതാണ്. എന്നാൽ അത്തരമൊരു കാഴ്ചയിൽ കൂടെയോ വായനയിൽ കൂടെയോ പൂർത്തീകരിക്കാവുന്ന, അല്ലെങ്കിൽ ഒരു ഉപസംഹാരത്തിലെത്താവുന്ന ഒന്നല്ല പ്രവാസ ജീവിതം എന്ന് നമുക്കറിയാം. ഒരിക്കലെങ്കിലും പ്രവാസികളായി ജീവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ആ പ്രവാസ ജീവിതത്തിൻ്റെ അനുഭവം എന്താണ് എന്ന് മനസ്സിലാവുകയുള്ളൂ. ചെറിയ കാലയളവിൽ പ്രവാസിയായി ജീവിക്കേണ്ടി വന്ന കാലയളവിൽ എനിക്ക് വളരെ വ്യക്തമായി അത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിലിരുന്ന് കാണുന്ന ജീവിത സാഹചര്യമല്ല യഥാർത്ഥത്തിലുള്ള പ്രവാസ ജീവിതത്തിൻ്റെ സാഹചര്യം എന്നറിയാം. എന്നാൽ പ്രവാസികളായ നമ്മുടെ ജനങ്ങൾ സഭയോടും സഭാ പ്രവർത്തനങ്ങളോടും കാണിക്കുന്ന നല്ല തീഷ്ണത, മാതൃകകൾ എത്രയോ വലുതാണ്. തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ തങ്ങളുടെ ജോലി സമയവും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ക്രമീകരിച്ച് ആരാധനയ്ക്ക്, സഭയുടെ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തുകയും വളരെ ഉന്നതമായ ശ്രേഷ്ഠമായ
ശുശ്രൂഷകൾ നിർവഹിക്കുകയും ചെയ്യുന്നത് നേരിട്ട് കാണുവാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടവകയിലെ പ്രിയപ്പെട്ടവരായി പ്രവാസ ജീവിതം നയിക്കുന്ന എല്ലാവരും അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ തങ്ങളുടെ അവിടെയുള്ള വിശ്വാസ കൂട്ടായ്മയോട്, ഇടവകയോടും സഭയുടെ ആകമാനമായ പ്രവർത്തനങ്ങളോടും സജീവമായ സാന്നിധ്യവും അവരുടെ നല്ല പങ്കാളിത്തവും നൽകുന്നതോർത്ത് ഞാനും നിങ്ങളോടൊപ്പം അഭിമാനിക്കുന്നു. പലപ്പോഴും വിദേശ ഇടവകളിൽ വിശുദ്ധ കുർബാന എടുത്തിട്ടുള്ളപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ച ചില കാര്യങ്ങൾ ഹൃദയത്തിൽ ഇന്നും തങ്ങി നിൽപ്പുണ്ട്. നല്ല നിലയിൽ ജോലി സ്ഥലങ്ങളിലായിട്ടുള്ളവരുണ്ട്, നല്ല ജീവിത ചുറ്റുപാടുകളിൽ പ്രവാസ ജീവിതം നയിക്കുന്നവരുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷവും സാധാരണ ജീവിതം, സാധാരണ ചുറ്റുപാടിൽ ജീവിക്കുന്നവരാണ്. ചിലർ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ കയ്യിൽ അപ്പം കൊടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കയ്യിൽ തഴമ്പ് കാണാതിരിക്കുവാനായിട്ട് ബോധപൂർവം ശ്രമിക്കുന്നതായ പ്രിയപ്പെട്ടവരെ, കഠിനാധ്വാനം കൊണ്ട് തങ്ങളുടെ കൈകളിൽ ഉണ്ടായ തഴമ്പ് അത് മറ്റുള്ളവർ കാണാതിരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന അനേകരെ കാണുവാനായിട്ടിടയായിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഭവന സന്ദർശനത്തിന് താല്പര്യപ്പെടാത്ത വ്യക്തികളെ കണ്ടിട്ടുണ്ട്. അത് അവർക്കിഷ്ടമില്ലാഞ്ഞിട്ടല്ല. അവർ ബാച്ചിലേഴ്സായി പലരും ഒരുമിച്ച് കൂടി ജീവിക്കുമ്പോഴുള്ള പരിമിതി അതൊരു വശത്ത്, കുടുംബമായി ജീവിക്കുന്ന ചിലരാണെങ്കിലും ചെറിയ സൗകര്യങ്ങൾക്കുള്ളിൽ സ്റ്റുഡിയോ ഫ്ലാറ്റുകളിലുള്ളിൽ ജീവിക്കുന്നവർ, അങ്ങനെയുള്ളവരുടെ ജീവിത സാഹചര്യം, എന്നാൽ അവർ ആ സന്ദർഭങ്ങളിലും സഭയെ സ്നേഹിക്കുവാനും ആരാധനയിൽ പങ്കുചേരുവാനും മാതൃ ഇടവകയോ സഭയോ ആവശ്യപ്പെടുമ്പോൾ അതിന് അവരുടെ സാമ്പത്തിക സഹായം നൽകുവാൻ പരിശ്രമിക്കുന്നതും കണ്ടിട്ടുണ്ട്. തങ്ങളുടെ ജീവിത പരിമിതികളും വെല്ലുവിളികളുടെ മധ്യത്തിൽ ഈ സഭയെ വളർത്തുവാൻ, തങ്ങൾ ഉൾപ്പെടുന്നതായ മാതൃ ഇടവകയെ വളർത്തുവാൻ, അതിൻ്റെ സംഘടനകളെ, പ്രവർത്തനങ്ങളെ സഹായിക്കുവാൻ വളരെയധികം താല്പര്യപ്പെടുന്നതായ വിശ്വാസ സമൂഹത്തെ കാണുവാൻ ഇടയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തങ്ങളുടെ വിശ്വാസ കൂടിവരവുകളെ, തങ്ങളുടെ പരസ്പരമുള്ള വിശ്വാസികളുടെ ഫെലോഷിപ്പ് ലഭ്യമാകുമ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ ദീർഘദൂരം യാത്ര ചെയ്ത് വന്ന് സംബന്ധിക്കുന്നതായ പ്രിയപ്പെട്ടവരെയും കണ്ടിട്ടുണ്ട്. ചുരുക്കി ഞാൻ പറയട്ടെ, അനേകർ തങ്ങളുടെ അധ്വാനവും സമയവും സാമ്പത്തികവും ഈ സഭയ്ക്ക് വേണ്ടിയും ഇടവകൾക്ക് വേണ്ടിയും തങ്ങളുടെ ശുശ്രൂഷ മാറ്റിവെച്ച് നിർവഹിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെയും ശുശ്രൂഷയുടെ മുമ്പിൽ, അവരുടെയൊക്കെയും താല്പര്യങ്ങളുടെ മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുന്നു. നമ്മുടെ ഇടവകയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് യുവജന സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വളരെ സജീവമായ, വളരെ അർത്ഥവത്തായ ശുശ്രൂഷകൾ നമ്മുടെ യുവജന സഖ്യം നിർവഹിക്കുന്നു. അത് സെൻട്രൽ തലത്തിൽ, ഭദ്രാസന തലത്തിൽ എല്ലാം തങ്ങളാലാവോളം പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. നല്ല ഒരു കൂട്ടം യുവജനങ്ങൾ എന്ത് ചെയ്യുവാൻ വേണ്ടിയും തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിവെച്ച്, തങ്ങളുടെ പഠനം മാറ്റിവെച്ച്, തങ്ങളുടെ മറ്റ് പ്രവർത്തനങ്ങൾ മാറ്റിവെച്ച് ഇടവകയ്ക്ക് വേണ്ടി, നമ്മുടെ യുവജന സഖ്യത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന അനേകരെ, നല്ലൊരു ടീമിനെ നമുക്കുള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് വ്യത്യസ്തമായ അനേക പ്രോഗ്രാമുകൾ ഈ വർഷം നിർവഹിക്കുവാനിടയായി. ഇനിയും നമുക്ക് നിർവഹിക്കുവാനായിട്ടുള്ളത് അടുത്ത മാസം നടത്തപ്പെടുന്ന ഒരു 3 ദിവസത്തെ ക്യാമ്പാണ്. യുവജനങ്ങൾ കുറച്ച് മുതിർന്നവരെ കൂടെ ചേർത്തുകൊണ്ട് കുമിളിയിൽ വെച്ച് ഒരു ക്യാമ്പ് നടത്തുകയാണ്. അതിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അതിൻ്റെ പരിസമാപ്തിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റു വ്യത്യസ്തമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്നുണ്ട്. ചിലർക്ക് സാമ്പത്തിക സഹായം, മെഡിക്കൽ എയ്ഡ് നൽകുന്നുണ്ട്, സ്ഥിരമായി ചില ഭവനങ്ങളിൽ നൽകുന്നുണ്ട്. അതിന് വ്യത്യസ്തമായ എത്രയോ പ്രോഗ്രാമുകൾ. അതിലൊക്കെയും യുവജനങ്ങൾ കാണിക്കുന്ന മാതൃകയെ, താല്പര്യത്തെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇനിയും അനേക കാര്യങ്ങൾ ഈ യുവജനങ്ങളിൽ കൂടെ നമുക്ക് നിർവഹിക്കുവാനായിട്ടുണ്ട് എന്നുള്ള ബോധ്യവും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും നമ്മുടെ യുവജന സഖ്യം പ്രവർത്തനങ്ങൾക്ക്
നാളിതുവരെ നൽകിയതുപോലെ തുടർന്നും ആത്മാർത്ഥമായ സഹകരണം നൽകുകയും ചെയ്യണമേ എന്നുള്ളത് ഞാൻ അഭ്യർത്ഥിക്കുകയും പ്രത്യേകമായി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കുടുംബമായി ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഞങ്ങളുടെ ജോലിസ്ഥലത്തെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പഠിക്കുവാൻ പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവും. അവർ പഠിക്കുന്ന ഇടങ്ങളിൽ നല്ല രീതിയിൽ പഠിക്കുവാനും ഇവിടെ നിന്ന് ലഭിച്ചതായ ക്രിസ്തീയ സാക്ഷ്യം തങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ മുറുകെ പിടിക്കുവാനും അനേകർക്ക് സാക്ഷ്യമുള്ള കുഞ്ഞുങ്ങളായി അവിടെ ആയിരിക്കുവാനും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, അവർ വിദേശ ഇടവകളിൽ ആ ശുശ്രൂഷ നിർവഹിക്കുന്നത്, അവർ അനുഗ്രഹകരമായ ശുശ്രൂഷ അവിടെ നിർവഹിക്കുന്നു എന്നുള്ളത് അറിയുവാൻ സാധിക്കുന്നതിൽ വീണ്ടും ദൈവത്തെ സ്തുതിക്കട്ടെ. കുടുംബങ്ങളെയൊക്കെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ 3 അച്ഛന്മാരെയും ഇത്തരുണത്തിൽ ഓർക്കുന്നു, കുടുംബമായി ഓർക്കുകയും ദൈവം തമ്പുരാൻ ഈ വൈദിക ശ്രേഷ്ഠർക്ക് തങ്ങളുടെ ശുശ്രൂഷ അനവരതം കൃപയോടെ നിർവഹിപ്പാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ മുൻപിലുള്ളതായ യുവജന സിഖ്യാംഗങ്ങളെ, ഇടവക അംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ ഈ ഒരു കൂടിവരവ് അർത്ഥപൂർണമാണ്, അനുഗ്രഹമാണ്. പ്രത്യേകാൽ നമ്മുടെ പ്രിയപ്പെട്ടവരായി, നമ്മുടെ സഹോദരങ്ങളായി, നമ്മുടെ പിതാക്കന്മാരായി, നമ്മുടെ പ്രിയപ്പെട്ടവരായി, നമ്മുടെ കുഞ്ഞുങ്ങളായി ദൂരസ്ഥരുള്ളവർ, നമ്മളിങ്ങനെ അവരെ ഓർക്കുന്നതും നമ്മൾ ഇപ്രകാരം ഒരു മീറ്റിംഗ് ക്രമീകരിച്ചതും അവർക്ക് സന്തോഷമാണ്, അനുഗ്രഹമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കൂടിവരവും പ്രാർത്ഥനയും ദൂരസ്ഥരായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുവാനും എല്ലായ്പ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും നമ്മളെ എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടെ യുവജന സഖ്യത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛ. അടുത്തതായി ഇപ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ നമ്മോട് പറഞ്ഞ ഡിസംബർ മാസം 27, 28, 29 തീയതികളിൽ യുവജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന യുവജന ക്യാമ്പിൻ്റെ തീം പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഡിസംബർ മാസം 27, 28, 29 തീയതികളിലാണ് നമ്മൾ ഈ ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. ബന്ധങ്ങളുടെ സമഗ്രത ക്രിസ്തുവിലൂടെ എന്നുള്ളതാണ് ചിന്താവിഷയം. കോട്ടയം വൈദിക സെമിനാരിയിൽ MTH വിദ്യാർത്ഥിയായിരിക്കുന്ന വിപിൻസ് കുരുവിളയച്ചൻ ആണ് നമ്മുടെ ഈ വർഷത്തെ ക്യാമ്പിൻ്റെ മെയിൻ ടോക്ക് നിർവഹിക്കുന്നത്. മറ്റ് വൈദികരും മറ്റ് പ്രിയപ്പെട്ടവരും വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ അതിനെല്ലാം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇടവകയിലെ 45 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് വേണ്ടിയാണ് ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. വിദേശങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ ഡിസംബർ മാസങ്ങളിൽ അവധിക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ വരികയും ഈ ക്യാമ്പിൽ പങ്കെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇപ്പോൾ കുമാരി സിയാന മറിയം സാൻറ്റി ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. മോട്ടോർ സൈക്കിളിലോടിച്ചോടിച്ചോടിച്ചേട്ടൻ സ്പീഡും കൂട്ടി കയ്യും വിട്ട് തല്ലേഭ്യാസം കാണിച്ചു. അയ്യോ ചേട്ടൻ പെട്ടെന്ന് കള്ളി തട്ടിപ്പൊത്തോന്ന് കുണ്ടയും കുയില് വീഴുന്നു, എൻ്റമ്മൂന്ന് വിളിക്കുന്നു. ഉടരവന്ന എന്നാലും ഓടിക്കൂടി എടുത്തോണ്ട് ആളോട് ശരി എത്തിച്ചു. ആ ചേട്ടന് ഭയങ്കര സുഖമായി. പിന്നെ റൂട്ട് ആ ചേട്ടൻ മോട്ടോർ സൈക്കിൾ ഇറങ്ങുമ്പോൾ കുരിശും പഠിച്ച് സൂക്ഷ്മതയുള്ള കൊടുകൊടു കൊടുക്കൂ പി 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 കൊടുകൊടു കൊടുക്കൂ പി പി പി. അടുത്തതായി നമ്മുടെ ഇടവകാംഗമായ പ്രിയപ്പെട്ട നിജി വർഗീസ് ആൻഡ് ഫാമിലി ഒരു സോങ് ആലപിക്കുന്നതായിരിക്കും. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നട
നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോൾ സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ. സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ. സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ തകർക്കുമെന്ന ഭീതിയും മുഴക്കിടുമ്പോൾ പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ. കൃപ നൽകും ജയഘോഷമുയർത്തിയിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ. കൃപ നൽകും ജയഘോഷമുയർത്തിയിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വെട്ടിയാർ സെന്റ് തോമസ് മാർത്തോമ യുവജന സെക്കൻഡിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസി ഞായർ വളരെ ഭംഗിയായി ആഘോഷിക്കുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷിക്കുന്നു. ഞങ്ങളും ഒരു ഷോർട്ട് ടൈം പ്രവാസ ജീവിതത്തിൽ ആയിരിക്കുന്നുവല്ലോ. ഞങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷിക്കുന്നു. പ്രവാസ ജീവിതം മാർത്തോമ സഭയുടെ വളർച്ചയിൽ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും നന്മകളും വളരെയേറെയാണ്. നമ്മുടെ സഹോദരങ്ങൾ പോയ ഇടങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്നതിലും സഭയെയും സഭയുടെ പാരമ്പര്യങ്ങളെയും നിലനിർത്തുന്നതിലും അവർ കാണിച്ചിട്ടുള്ള താല്പര്യം വളരെയേറെ അഭിനന്ദനാർഹമാണ്. എന്നാൽ പ്രവാസ ജീവിതത്തിലെ സെക്കൻഡ് തേർഡ് ജനറേഷന് പലപ്പോഴും അത് സാധിക്കാതെ പോയിട്ടുണ്ട്. അവർ ജനിച്ചു വളർത്തപ്പെട്ട സാഹചര്യം, അവരുടെ ചുറ്റുപാടുമുള്ള സംസ്കാരം ഒക്കെ അവരെ സ്വാധീനിക്കുന്നുണ്ടാകാം. എന്നാൽ ഇങ്ങനെയുള്ള കൂടിവരവുകൾ സ്വദേശവുമായും മാതൃ ഇടവകയുമായുള്ള ബന്ധം വളരെ ശക്തമായും ഭംഗിയായും അനുഗ്രഹമായും സൂക്ഷിക്കുന്നതിന് സാധ്യമായി തീരുന്നു. പ്രവാസ ജീവിതത്തിലൂടെ നമ്മുടെ ദേശത്തിനും നമുക്കും ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സാമ്പത്തികമായ കെട്ടുറപ്പ്, ജീവിത സൗകര്യങ്ങളുടെ വർധനവ്, ഇതൊക്കെ പ്രവാസ ജീവിതത്തിലൂടെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതാണല്ലോ. ഇതിൻ്റെ എല്ലാം പിന്നിൽ ധാരാളം പ്രവാസികളുടെ കഠിനാധ്വാനം, കണ്ണുനീര്, വിയർപ്പ് ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരിക്കലും വിസ്മരിച്ചുകൂടാ. പ്രവാസത്തിലായിരിക്കുന്നവർ എല്ലാവരും എല്ലായ്പ്പോഴും സുഖത്തിലും സുഖലോലുപതയിലും ആണ് എന്ന് നാം തെറ്റിദ്ധരിക്കരുത്. ശരിയായ വാസസ്ഥലം ഇല്ലാത്തവർ, ശരിയായ ഭക്ഷണം ലഭിക്കാത്തവർ, ശരിയായ ജീവിത അനുഭവങ്ങൾ ഇല്ലാത്തവർ,
അനേക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഒക്കെയുണ്ട്. ലോകത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമായ ഇവിടെ പോലും അങ്ങനെയുള്ള മലയാളികളെയും പ്രിയപ്പെട്ടവരെയും ഞാൻ കാണുവാൻ ഇടയായിട്ടുണ്ട്. ഈ നാളുകളിൽ നമ്മുടെ ധാരാളം യൗവനക്കാർ വിദേശത്തെ പഠിക്കാൻ പോകുന്നുണ്ട്. അവിടെ അവർ അനുഭവിക്കുന്നതായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ പലപ്പോഴും തുറന്നു പറയാറില്ല. എന്നാൽ ഈ നാളുകളിൽ ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനാ വിഷയമാകണം. പ്രവാസ ജീവിതത്തിൽ ആയിരിക്കുന്നവർക്ക് ഏറ്റവും വലിയ മാതൃകയാണ് ദാനിയേൽ പ്രവാചകൻ. പ്രവാസത്തിൽ ആയിരിക്കുമ്പോൾ പോലും, പ്രതിസന്ധികളിൽ ആയിരിക്കുമ്പോൾ പോലും തൻ്റെ ദൈവത്തെയും സമൂഹത്തെയും ദേശത്തെയും ആലയത്തെയും കുറിച്ച് എരിവുള്ളവനായിരുന്നു. നമ്മുടെ ഈ ഫെലോഷിപ്പ് പ്രവാസത്തിലായിരിക്കുന്നവർക്ക് ഗൃഹാതുരത്വത്തിൻ്റെ ആസ്വാദനം നൽകുന്നതും അവരുടെ നന്മ സ്വദേശം അനുഭവിക്കുന്നതിനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വെട്ടിയാർ സെന്റ് തോമസ് മാർത്തോമാ ഇടവകയിൽ നിന്നും ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ പ്രവാസത്തിലായിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ഏറിയ കൃപയും കരുണയും അനുഭവിപ്പാൻ അവരെ ആശ്രയിച്ച് കഴിയുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു അച്ഛ. അടുത്തതായി കുമാരി ആർലിയൻ തങ്കം ജോൺ ഒരു ഗാനം ആലപിക്കുന്നതാണ്.
മുതലാളി ഗുർഷ മുതലാളി മദ്യം മതിരാശി വായെടുത്താൽ വായാടി വാക്കെടുത്താൽ വാക്കത്തി പോരെടുത്താൽ പോരാളി തോക്കെടുത്തിട്ട് ഉല്ലാസ പൂത്തിരി അലോനിലുള്ള നന്ദി യുവജന സഖ്യത്തിന് വേണ്ടി അറിയിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ഇടവകയിലെ പ്രിയപ്പെട്ട ജോജി ജേക്കബ് അച്ഛൻ, കാൽഗറി മാർത്തോമ ഇടവകയുടെ വികാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട ജോജി ജേക്കബ് അച്ഛൻ്റെ മെസ്സേജ്. ത്രിയേക ദൈവത്തിന് സ്തുതി. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിൻ്റെ നല്ല നിമിഷം നിങ്ങളോടൊപ്പം പങ്കുചേരുവാൻ ബലഹീനനായ എനിക്ക് ദൈവം തമ്പുരാൻ ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭ ഇന്ന് ഡയസ്പോറ സൺഡേ ആയി ആചരിക്കപ്പെടുമ്പോൾ വെട്ടിയാർ സെന്റ് തോമസ് മാർത്തോമാ യുവജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവാസി ഞായർ ഓൺലൈൻ മീറ്റിംഗ് ആയിട്ട് കൂടുവാൻ ഇത്തരുണത്തിൽ ക്രമീകരണം ചെയ്ത ഇടവികാരി ബഹുമാനമുള്ള CC കുരുളാച്ചനോടും എൻ്റെ സ്നേഹിതരായ ഇടവക യുവനസഖ്യത്തിൻ്റെ പ്രവർത്തകരോടും കമ്മിറ്റി അംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടുമുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദിയും അറിയിക്കട്ടെ. സഭയുടെ ആധ്യാത്മിക ഭൗതിക പുരോഗതിക്ക് പ്രവാസി സമൂഹം നൽകി വരുന്ന സഹകരണവും നേതൃത്വവും ഒരിക്കലും നമുക്ക് മറക്കുവാനായിട്ട് കഴിയുകയില്ല. ഒരു കാലത്ത് ഉന്നത വിദ്യാഭ്യാസത്തോട് ചേർന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ ജോലി നോക്കുകയും അവിടെ ഒരു സഭയുടെ സമൂഹമായി ആധ്യാത്മിക അനുഭവങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും അതോടൊപ്പം തന്നെ അവിടുത്തെ ഇടവുകളിലും തുടർന്നുമൊക്കെ പ്രവർത്തിപ്പാനായിട്ടും പ്രവാസ ജീവിതത്തിൽ ആയിരിക്കുന്നവരെ അടുത്ത് ദൈവം ഉപയോഗിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. വേദപുസ്തകത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്. നമ്മുടെ പിതാക്കന്മാർ ദേശാന്തരികളായിരുന്നു. ഓരോ ദേശത്തും ചെല്ലുമ്പോൾ അവിടെ സമാഗമന കൂടാരമടിച്ച് ആരാധിക്കുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. ആ സമൂഹത്തിൻ്റെ ഒരു പിൻഗാമികളായിട്ടാണ് പ്രവാസി സമൂഹമായി പ്രവർത്തിപ്പാൻ നിലനിൽപ്പാനായിട്ട് ദൈവം അവരെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ആരാധനയിലും ശുശ്രൂഷകളിലും ഒക്കെ നേതൃത്വം കൊടുപ്പാൻ ഈ പ്രിയപ്പെട്ടവർ ദൈവം ഇന്നും എപ്പോഴും എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഒരു പക്ഷേ അവരിലൂടെ ദൈവം അവർക്ക് നൽകിയ നന്മകൾ മറ്റുള്ളവർക്ക് നൽകപ്പെടുവാനും ഇന്ന് നമ്മുടെ ഇടവകയുടെയും സഭയുടെയും വളർച്ചയ്ക്ക് അത് ഏറ്റവും അനുഗ്രഹപൂർണമായി തീരുവാനും ഇടയാക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹമായ ജീവിതം തുടർന്നും അവർക്ക് നടക്കുവാനും മുന്നോട്ട് പോകുവാനും സഭയായി അവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിപ്പാനുമുള്ള ഒരു ദിവസമായി വേർതിരിച്ചിരിക്കുമ്പോൾ നമുക്കും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ദൈവത്തിന് നന്ദി അറിയിക്കുകയും ചെയ്യാം. നമ്മുടെ ഇടവയിൽ നിന്ന് ധാരാളം പേർ വിവിധ രാജ്യങ്ങളിൽ ശുശ്രൂഷിപ്പാനും പ്രവർത്തിപ്പാനും ഒക്കെ ആയിരിക്കുന്നല്ലോ. ധാരാളം പേർ പ്രവാസ ജീവിതം കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ വന്ന് വസിക്കുന്നവരുണ്ട്. എന്തു തന്നെ ആയാലും ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിപ്പാനും അതിൽ സ്തോത്രം കരയറ്റുവാനും ഒക്കെ തുടർന്നും എല്ലാവർക്കും ഇടയാകട്ടെ. പ്രത്യേകിച്ച് നിങ്ങളോടൊപ്പം ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുപ്പാൻ എനിക്കും ബലഹീനനായ എനിക്കിത് കഴിഞ്ഞതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുന്നു. ഈ മീറ്റിങ്ങിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പൈതലാം യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതനെ നിങ്ങൾ തൻ ഹൃദയ
താരപ്പൊലികാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടു പാടി ഉറക്കിടുവാൻ താരപ്പൊലികാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടു പാടി ഉറക്കിടുവാൻ താരാഗണങ്ങളായി ആഗതരാകുന്നു വാനാരൂപികൾ ഗായക ശ്രേഷ്ഠർ വാനാരൂപികൾ ഗായക ശ്രേഷ്ഠർ പൈതലാ യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതനേ നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു ലാലലാ 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 ലാലാ 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 ഉള്ളിൽ തിരതല്ലും മോദത്തോടെത്തും പാരാകെ പ്രേക്ഷകർ നിരനിരയായി ഉള്ളിൽ തിരതല്ലും മോദത്തോടെത്തും പാരാകെ പ്രേക്ഷകർ നിരനിരയായി നാദാനിനാഥനായി വാഴുമെന്നീശ്വരായി ഉണർവോടേകും നിന്നുൾത്തടം ഞാൻ ഉണർവോടേകും നിൻ ഉൾത്തടം ഞാൻ പൈതലാം യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതനേ നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു ലാലലാ 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 ലാലാ 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 താങ്ക് യു. താങ്ക് യു ലീന. അടുത്തതായി പ്രിയപ്പെട്ട ഷിബു ബാബുവിൻ്റെ യുവജന സഖ്യത്തിലുള്ള അനുഭവങ്ങൾ ഇപ്പോൾ പങ്കിടുന്നതായിരിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രവാസി ഞായറായി ആചരിക്കുന്ന ഈ വിശുദ്ധ ദിവസത്തിൽ എനിക്കും അതിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ വളരെയധികം സ്തുതിക്കുന്നു. 18 വർഷക്കാലമായി ഞാനിവിടെ വിദേശത്ത് ജോലി ചെയ്യുന്നു. യുവജന സഖ്യത്തിൻ്റെ കാലഘട്ടങ്ങളിൽ നമ്മൾക്ക് ലഭിച്ച യുവജന സഖ്യത്തിൻ്റെ ചതുർമുഖങ്ങളായ ആരാധന, പഠനം, സാക്ഷ്യം, സേവനം എന്നീ നിലകളിൽ നിന്ന് ജീവിതത്തിൻ്റെ ഈ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചപ്പോഴും ദൈവം തന്ന വലിയ അനുഗ്രഹങ്ങളിൽ നിന്ന് അധികമായി അഹങ്കരിക്കാതെ ദൈവം തന്ന ഈ നല്ല കാര്യങ്ങളിൽ ഓർത്ത് മറ്റുള്ളവരുടെ കൂടെ ദൈവമേ നശിച്ചു പോകാതെ കഴിഞ്ഞത് യുവജന സഖ്യത്തിൽ പങ്കെടുത്ത പല പ്രവർത്തനങ്ങളിൽ കൂടി നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ്. പണ്ട് പലപ്പോഴും യുവജന സഖ്യത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ക്രിസ്മസ് പാട്ടിന് കരോളിന് ഇറങ്ങണം, YMCAയുടെ റാലിക്ക് ഫ്ലോട്ട് ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ബാഹ്യമായ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ യുവജന സഖ്യത്തിൽ കൂടെ ചേർന്നതിൻ്റെ ഭാഗമായി എനിക്ക് ദൈവത്തെപ്പറ്റി കൂടുതലായി അറിയാനും ദൈവത്തെ കൂടുതൽ ആരാധിക്കാനും ദൈവത്തെപ്പറ്റി പഠിക്കാനും ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായി തീരുവാനും ദൈവം എന്നെ സഹായിച്ചു. മുന്നോട്ടുള്ള ജീവിതത്തിലും ഈ യുവജന സഖ്യം നമുക്ക് തന്ന ഈ നല്ല പ്രവർത്തനങ്ങൾ, നല്ല രീതികൾ എൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് എല്ലാ രീതിയിലും നമുക്ക് മുഖ്യ ഇതായി നിന്നത് യുവജന സഖ്യമാണ്. അതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ മാത്രമാണ്. ഇത് മുന്നോട്ടുള്ള ജീവിതത്തിലും എന്നെ മുന്നോട്ട് നയിക്കുമെന്ന് ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട ഷിബുവിനോടുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ഇടവംഗമായിരിക്കുന്ന പ്രിയപ്പെട്ട സെബീസക് ആൻഡ് ഫാമിലി, മോളയത്തെ സെബീസക് ആൻഡ് ഫാമിലിയുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നമുക്ക് കാണാം.
എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. Teshuvah, the repentance, though it's more accurately understood as a turning back to God. Teshuvah, here we present Teshuvah.
സെബീസക്ക് മോളെത്തും കുടുംബത്തിലുള്ള നന്ദി യുവജന സഖ്യത്തിന് വേണ്ടി അറിയിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജോബി ജി തോമസ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കിടുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയ സഖ്യ ചുമതലക്കാരെ, ക്രിസ്തുയേശുവിലുള്ള എല്ലാ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. ഇപ്രകാരം ഒരു മീറ്റിങ്ങിൽ കൂടെ നിങ്ങളെ കാണുവാനും സ്നേഹസന്തോഷങ്ങൾ പങ്കുവെക്കാനും ദൈവം ഒരുക്കി തന്ന ദൈവത്തിൻ്റെ കൃപയോർത്ത് ദൈവത്തിനെ ദൈവം സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. വളരെ നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ആശയം പങ്കുവച്ചപ്പോൾ സ്നേഹത്തോടും സന്തോഷത്തോടും അതിലുപരി പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് ഇങ്ങനെയൊരു മീറ്റിംഗ് ഇന്ന് ക്രമീകരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം സഖ്യത്തിൻ്റെ എല്ലാ ചുമതലക്കാരെയും ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. സഖ്യത്തെ പറ്റിയുള്ള ഓർമ്മകൾ പറയുവാനായിട്ടാണെങ്കിൽ എൻ്റെ ധാരാളം ഓർമ്മകൾ ഉണ്ട്. എന്നെ ഞാനാക്കിയത് എൻ്റെ ഈ വെട്ടിയാർ സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യമാണ്. സഖ്യത്തിൻ്റെ ഓർമ്മകളിൽ പലതും ഈ ദേവാലയത്തിൻ്റെ വിശുദ്ധ മധുഹയിൽ വെച്ചാണ് എന്നെ ദൈവവേലയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നതും ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കാനും ദൈവം എന്നെ ഒരുക്കി തന്നതും. അപ്പോൾ ഈ സഖ്യമാണ് എന്നെ വളർത്തിയതും എന്നെ ഇത്തരത്തിൽ ഒരു നല്ല രീതിയിലേക്ക് നടത്തുവാൻ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ കൃപ വളരെ വലിയതാണ്. അതുപോലെ വെട്ടിയാർ സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യം എന്ന് പറയുമ്പോൾ എപ്പോഴും തോളോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരുമയോട് പ്രവർത്തിക്കുന്ന ഒരു സഖ്യം. വളരെയധികം ഓർമ്മകളുണ്ട്. വളരെയധികം ഓർമ്മകളിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ ചേട്ടന്മാർ, നമ്മളോട് കൂടെ പ്രവർത്തിച്ചവരൊക്കെ ഉണ്ട്. നമ്മുടെ സഖ്യം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടാണ് സമൂഹം നമ്മളെ ഏറ്റെടുക്കുന്നത്. വളരെ പണ്ട് തൊട്ടേ നമുക്കറിയാം നമ്മുടെ ഓരോരോ പ്രവർത്തനങ്ങളും നമുക്ക് കിട്ടുന്ന പിന്തുണ വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലയളവിൽ നമ്മുടെ സഖ്യം ഓരോ ദിവസവും എങ്ങനെ ക്രിയേറ്റീവായിട്ട് ഓരോരോ പ്രോഗ്രാം ചെയ്യാമെന്ന് പഠിച്ചുകൊണ്ട് അത് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നു. നമുക്കറിയാം പല കാര്യങ്ങളും പലരും നമ്മളോട് ചോദിക്കുന്നത് എങ്ങനെ ചെയ്യുന്നു, ഇതെങ്ങനെ നടത്തുന്നു. ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. അതിനൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുടെ ആത്മാർത്ഥമായ മനസ്സ് ആണ് ഇതിനെല്ലാം കാരണമായി തീരുന്നത്. പലരും ചോദിക്കാറുണ്ട് എങ്ങനെ ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ ഇത്ര നല്ലതായിട്ട് പ്രോഗ്രാമുകൾ നടത്തുന്നത്. അത് വളരെ ദൈവത്തിൻ്റെ വളരെ ഒരു കൃപയാണ്. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട സഖ്യം സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കും. ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ദേശത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും എവിടെയായിരുന്നാലും ദൈവം അവൻ സുരക്ഷിതമായിട്ട് നമ്മളെ കരുതും, അവൻ നമ്മളെ പരിപാലിക്കും. അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. പ്രിയ സഖ്യ സ്നേഹിത, അതുകൊണ്ട് നമുക്ക് ഒന്നായി നിന്നുകൊണ്ട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ദേശത്തിനായിട്ട് നമ്മുടെ ഇടവയ്ക്കായിട്ട് ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാം. അതിന് സഖ്യം എടുക്കുന്ന എല്ലാ ചുവടുകൾക്കും എൻ്റെ കുടുംബത്തിൻ്റെയും പരിപൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുന്നു. എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ജോബിയോടും കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹവും യുവജന സഖ്യത്തിന് വേണ്ടി അറിയിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ യുവജന സഖ്യ അംഗങ്ങളായ കുമാരി റിയ, കുമാരി റിനു, കുമാരി റോൺസി എന്നിവർ ചേർന്ന് ഒരു ഡാൻസ് സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി
വിസ്മയമോടതു നോക്കി. പ്രിയപ്പെട്ട യുവജനസഖ്യ അംഗങ്ങളോടുള്ള സ്നേഹം യുവജനസഖ്യത്തിന് വേണ്ടി തന്നെ അറിയിച്ചുകൊള്ളട്ടെ. നമ്മുടെ ഈ ഓൺലൈൻ പ്രോഗ്രാം അവസാനത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഇടവകയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട യുവജനങ്ങളും മുതിർന്നവരൊക്കെയും പ്രവാസികളായിട്ടുള്ളവർ പങ്കെടുക്കുകയും ഈ പരിപാടി വീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ ആലയത്തിൽ നമ്മുടെ ഇടവകയിലെ മുതിർന്നവരും പ്രവാസികളായി നാട്ടിൽ വന്നവരൊക്കെയും സംബന്ധിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരോട് സംവദിക്കാനുള്ള സമയമാണ്. 2 മിനിറ്റിൽ കൂടുതൽ സമയമെടുക്കാതെ പറയാവുന്നതാണ്. പ്രിയപ്പെട്ട ജോൺസൺ ഡേവിഡ് ജാൻ ഇപ്പോൾ മുന്നോട്ട് വന്ന് പറയുന്നതായിരിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള CC കുരുവിളയച്ചൻ, യുവജന സഖ്യാംഗങ്ങളെ, കൂടി വന്നിരിക്കുന്ന ഏവരുമേ, ഈ പ്രോഗ്രാം ദൂരത്തു നിന്നും ചാരത്തു നിന്നും വീക്ഷിക്കുന്ന പ്രവാസ സുഹൃത്തുക്കളെ ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ യുവജന സഖ്യ അംഗങ്ങൾ നമ്മുടെ ഇടവകയിൽ പ്രവർത്തിക്കുന്നത് അടുത്ത് നിന്നുകൊണ്ട് കാണുവാൻ കഴിയുന്ന വ്യക്തികളാണ് ഇവിടെ ഞങ്ങളിപ്പോൾ പ്രസൻസായിട്ടുള്ളവർ. നല്ല ചുറുചുറുക്കുള്ള യുവജനങ്ങൾ ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് തക്കതായ താങ്ങും തള്ളുമായിട്ട് CC കുരുവിളയച്ചൻ, ചെറുപ്പക്കാരെന്ന് നമ്മൾ വിശേഷിപ്പിക്കാവുന്ന ചെറുപ്പക്കാരുടെ കൂടെ നിന്ന് ഓടി നടന്ന് പ്രവർത്തിക്കുന്ന CC കുരുവിളയച്ചനെ ഒത്തിരി നമുക്ക് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ഈ കുഞ്ഞുങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും, മഴയായാലും വെയിലായാലും എല്ലാ സാഹചര്യങ്ങളിലും അച്ഛനോടൊപ്പം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇടവകയിലെ നല്ല നേതൃത്വം യുവജന സഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രവാസികളായ നിങ്ങൾ ഈ യുവജന സഖ്യത്തിൽ നിന്നും പോയി നമ്മുടെ ജീവിത മാർഗങ്ങൾക്ക് വേണ്ടി വിദൂരത്തായിരുന്നാലും കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷീകരിച്ചുകൊണ്ട് നിങ്ങൾ എവിടെയായിരുന്നാലും ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ എവിടെയായിരുന്നാലും സന്തോഷവും സമാധാനത്തോടു കൂടി കുടുംബത്തോടൊപ്പം കഴിയുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരം എനിക്ക് ഒരുക്കി തന്ന യുവജന സഖ്യാംഗങ്ങളോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും യുവജന സഖ്യത്തിന് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ജോൺസച്ച. ഇപ്പോൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും യുവജന സഖ്യത്തിൻ്റെ ട്രഷററായി പ്രവർത്തിക്കുന്ന ഏനോഷ് ജി ബിനു നന്ദി അറിയിക്കുന്നതായിരിക്കും. അതിനെ തുടർന്ന് ഇവിടെ പ്രസൻ്റ് ആയിരിക്കുന്ന എല്ലാവരും ചേർന്ന് ഒരു പാട്ട് പാടുകയും കുമാരി റിനു തോമസ് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ആശീർവാദത്തോടു കൂടി ഈ ഓൺലൈൻ മീറ്റിംഗ് സമാപിക്കുന്നതുമായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഇവിടെ നമുക്കൊരു പ്രവാസികളായിട്ടൊരു മീറ്റിംഗ് സംഘടിപ്പിച്ച് കൂടിവരാനിടയാക്കിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ കൃപയോടുത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സാങ്കേതികമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായി. പക്ഷെ നമ്മൾ അതെല്ലാം സോൾവ് ചെയ്യാനുള്ള ദൈവത്തിൻ്റെ കൃപ നമുക്ക് കിട്ടി. ആദ്യമായി ഈ മീറ്റിങ്ങിന് അധ്യക്ഷപദം അലങ്കരിച്ച നമ്മുടെ വികാരിയായിരിക്കുന്ന നമ്മുടെ CC കുരുവിള അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നമുക്ക് ഇതിനു വേണ്ട സാങ്കേതികപരമായിട്ടുള്ള എല്ലാ പിന്തുണയും തരുന്ന നമ്മുടെ യുവജന സഖ്യം സെൻറ്റർ സെക്രട്ടറിയുടെ ആയിരിക്കുന്ന റോഷനച്ചാനോടുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊള്ളുന്നു. അത് നമുക്ക് ഇതിനു വേണ്ടി പലവിധമായ പ്രോഗ്രാമുകൾ വന്ന് ഈ പരിപാടി ഏറ്റവും കളർഫുള്ളാക്കിയ നമ്മുടെ പ്രിയപ്പെട്ടവർ, പ്രത്യേകമായി നമുക്ക് വേണ്ട 2 മെസ്സേജുകൾ നമ്മുടെ ജോജി അച്ഛനും സനോഷ് അച്ഛനും, ഇവരോടുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊള്ളുന്നു. വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.
പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളടയ്ക്കാം. കാരുണ്യമായ ദൈവം തമ്പുരാനെ, ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ധന്യമായ നിമിഷത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നതാ. ഞങ്ങൾ പാടിയ പോലെ ദൈവം അറിയിക്കാത്ത നന്മകൾ ഞങ്ങൾക്ക് നൽകുന്ന കൃപാനിധിയായ കർത്താവെ, ഇന്ന് യുവജനസഖ്യമായ ദൈവം ഈ പ്രവാസി ഞായറിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഇങ്ങനൊരു മീറ്റിംഗ്, ഞങ്ങളുടെ ദൂരെയുള്ള ഞങ്ങളുടെ സഖ്യാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ സ്നേഹിതരെയും ദൈവം ഞങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചുള്ള ഞങ്ങളുടെ സീനിയർ സഖ്യാംഗങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനൊരു അനുഗ്രഹമായ മീറ്റിംഗ് ഞങ്ങൾ ഒരുക്കുവാൻ കിട്ടിയ അവസരത്തെ എത്ര നന്ദിയോട് ഞങ്ങൾ ശ്രദ്ധിച്ചാലും മതിയാവില്ലെന്നാതാ. ഞങ്ങൾക്ക് ഇതിനായി കരുത്തു വന്ന് പിന്തുണയെല്ലാം തന്നെ പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കൊച്ചമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, മോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതാ ഇന്ന് കൂടി നിൽക്കുന്ന ഒരു സഖ്യാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാ. ഇന്ന് ഈ യോഗത്തെ ധന്യമാക്കിയിരിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് ഞങ്ങൾക്ക് സഹായിച്ച പ്രിയപ്പെട്ട റോഷനസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാ. പരിമിതമായ സമയത്തിനുള്ളിൽ ഇത്രയും മനോഹരമായ പ്രോഗ്രാമുകൾ തയ്യാറാക്കുവാൻ ഇതിന് ഒപ്പം നിന്ന സഖ്യാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിച്ച ഒരു സഖ്യ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാ. ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുത്ത കുട്ടികളെയും ദൈവനമ്പുരാനെ കുഞ്ഞുങ്ങളെയും സഖ്യാംഗങ്ങളെയും ദൂരെയുള്ള ഞങ്ങളുടെ എല്ലാവരും സ്നേഹിതരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാ. സഖ്യത്തിൻ്റെ വരാൻ പോകുന്ന പ്രോഗ്രാമുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന് മുന്നേ നടന്ന ഭദ്രാസന കലാമേളയിലൊക്കെ ഞങ്ങൾക്ക് താലന്തങ്ങൾ പ്രക്ഷോഭിക്കുവാൻ നല്ലോണം പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് കിട്ടിയ ശക്തിയും ദൈവം അങ്ങയുടെ കൃപയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതാ സഖ്യത്തിന് ഡിസംബറിൽ നടക്കാൻ പോകുന്ന ക്യാമ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഈ കൃപ അങ്ങ് ചൊരിഞ്ഞ പോലെ എല്ലാ പ്രോഗ്രാമിലും അങ്ങയുടെ ഒപ്പം ഉണ്ടായിരിക്കണമെന്നാതാ. വിട്ടുപോയ കാര്യങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എത്രയോ പേർക്ക് നിശ്ചിതമാകുന്നു, എത്രയോ പേർക്ക് നഷ്ടമാകുന്ന ഓരോ നിമിഷമാണ്, ഓരോ ധന്യമായ നിമിഷമാണ് ദൈവം ഞങ്ങൾക്ക് നൽകുന്നത്. ഇത് നമ്മുടെ ദൈവം ധന്യമായി ഞങ്ങളെ കാക്കുന്നതിനോടൊപ്പം രോഗങ്ങളും ദുഃഖങ്ങളും ഭാരപ്പെടുന്ന അനേകരുണ്ട്, വിഷമങ്ങളായിരിക്കുന്ന ഈ അവസരത്തിലായിരിക്കുന്ന അനേകരുണ്ട്, ദൂരെ നിന്ന് പല പ്രയാസങ്ങൾ അനുഭവപ്പെട്ട് ഈ ലൈവ് കാണുന്ന അനേകരുണ്ട്. അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാ. ഒപ്പം ഈ ലൈവിനൊപ്പം ഞങ്ങളുടെ സ്നേഹമായി ഞങ്ങളുടെ എപ്പോഴും ഞങ്ങളുടെ പിന്തുണയായിട്ട് നിൽക്കുന്ന ദൂരെയുള്ള ഞങ്ങളുടെ സഖ്യങ്ങൾ ഉൾപ്പെടെയുള്ള ദൈവം ഞങ്ങളുടെ ഇടവകയിലും ഇടവകപ്പുറത്തുമായി ഞങ്ങളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കൃപ എന്നും ഉണ്ടാകണേ, അങ്ങയുടെ ചിറകിനെ ഞങ്ങളെ കാക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.